അങ്ങനെ ലാളിച്ചും കൊഞ്ചിച്ചും കൊണ്ടു നടന്ന് ഒടുക്ക നീ തന്നെ അവളെ കൊന്നില്ലേ? ഇല്ല ഇല്ല, എന്റെ മോളെ കൊന്നത് അവനാ. അവനാ എന്റെ മോളെ കൊന്നത്. കണ്ടതാ. നിന്നെ കൂട്ടി വളർത്തതി സത്യം പറയിപ്പിക്കും. മാഡം പ്ലീസ്, അയാളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്തു പറഞ്ഞു? ശാരികയെ കൊന്നത് ഇവനാണെന്ന് കുറ്റസമ്മതം നടത്തിയോ? ചൊല്ലണേ ഇൻസ്പെക്ടർ, അന്ത പൊണ്ണിന്റെ കൊലഹാരി ഇവനാണെന്ന് കുറ്റസമ്മതം നടത്തിയോന്ന്? ഇല്ല സാർ, അത് ഇയാളല്ല. പിന്നെ യാര്? അത് ഉങ്ങൾക്ക് തെരുമാ? ഇയാളല്ല അത് ചെയ്തതെങ്കിൽ യഥാർത്ഥ കൊലയാളിയെ അറസ്റ്റ് ചെയ്യണം. അതെന്തുകൊണ്ട് ഇത്രയും നാളായി നടന്നില്ല? മാഡം, ഞാൻ അതിന്റെ അന്വേഷണത്തിലാണ്. യഥാർത്ഥ കൊലയാളിയെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. എന്ത് സൂചന? കണ്ണുക്ക് മുന്നാടിയെ കൊലഹാരനിരിക്കുന്നു. അന്വേഷണ ചുമതലയുള്ള പോലീസ് ഓഫീസർക്ക് അയാളുടെ ദയ. എന്നിട്ട് നിങ്ങൾ യഥാർത്ഥ കൊലയാളിയെ തേടി ഇരുട്ടിൽ തപ്പി നടക്കുന്നു. എന്താ ഇൻസ്പെക്ടർ ഇന്ത മാതിരിയല്ല? എല്ലാമേ ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. എപ്പോ എവിടെ വെച്ച് നീ ഇതൊക്കെ ചെയ്തത് പറ. അതല്ല ഭ്രാന്ത് അഭിനയിക്കാനാണ് പരിപാടിയെങ്കിൽ മൂന്നാം മുറയിലെ കലാപരിപാടികൾ നിന്നെ കൊണ്ടത് പറയിപ്പിക്കും. അതിനു മുമ്പ് നടന്നതെല്ലാം പറയുന്നതാണ് നിനക്ക് നല്ലത്. ചൊല്ലു, എപ്പിടി ഇതെല്ലാം ചെയ്തത്? ചൊല്ലു. ഈ കേസിന്റെ അന്വേഷണ ചുമതലയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. നിങ്ങൾ എന്റെ സീനിയർ ഉദ്യോഗസ്ഥയി. പക്ഷേ ബസ് സ്റ്റാൻഡിലെ മൂത്രപ്പുരയ്ക്ക് പുറത്ത് പുകവലിക്കുന്നതിനെ പിടിച്ച് ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങുന്ന ഒരു സാധാരണ കോൺസ്റ്റബിളിന്റെ നിലവാരമെങ്കിലും എന്റെ സീനിയർ ഉദ്യോഗസ്ഥയ്ക്ക് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സീനിയർ ഉദ്യോഗസ്ഥയോട് സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. ഇവിടെ തെളിയിക്കപ്പെടേണ്ടത് ഒരു മർഡർ കേസാ, അല്ലാതെ നിങ്ങളുടെ സ്റ്റൈലിൽ ഒരു ചോദ്യം ചെയ്യലല്ല വേണ്ടത്. ഇവന്റെ കാലിലെ കയ്യിലെ നഖങ്ങളെല്ലാം പിഴുതെടുക്കുമ്പോ കിളി കൊല്ലുന്ന മാതിരി ഇവരെല്ലാം പറയും. പറയിപ്പിക്കണം. ഒബൈമയോട് അച്ഛനും സുഹൃത്തും എല്ലാമായിരുന്നു ഇളയച്ചൻ. സ്നേഹിക്കാൻ മാത്രമേ ഇളയച്ചൻ അറിയൂ. മാനസിക നില തെറ്റിയാലല്ലാതെ ഒരു നോക്കിലോ വാക്കിലോ